പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഹിയർ മൈൻഡ് പവർ ഓഫ് മലബാറീസ് ശോഭന രാജീവ്. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് സുംബ ഡാൻസിൻ്റെ ചെറിയൊരു വിവരണമായിട്ടാണ്. നമ്മൾ നോർമലി എല്ലാ കായിക താരങ്ങളും അത് ഏത് ലെവലായാലും നമ്മൾ ഇൻഡോർ ഔട്ട്ഡോർ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വർക്കൗട്ട് വരുന്നത്. മത്സരത്തിൻ്റെ സിസ്റ്റം അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളിപ്പോൾ റെയിനി സീസണിലൊക്കെ ആണെങ്കിലും ക്ലൈമറ്റ് അതികഠിനമായ ചൂട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചില സമയം വർക്കൗട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഒരു നമുക്കൊരു സിസ്റ്റമാറ്റിക് ഫിറ്റ്നസ്സിനെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു രീതിയാണ് സുംബ. സുംബ എന്ന് വെച്ചാൽ ഡാൻസിൻ്റെ സ്റ്റെപ്പ് ഏകീകരിച്ച് വ്യായാമ മുറയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മ്യൂസിക്കിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന ഒരു വ്യായാമ മുറയാണ്. ഇപ്പോൾ നല്ല ട്രെൻഡായിട്ട് എല്ലാവർക്കും വീട്ടമ്മമാർക്കും കുട്ടികൾക്കും ടീനേജേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമ മുറയാണ് സുംബ ഡാൻസ്. അപ്പോൾ അതിനെക്കുറിച്ച് മെയിനായിട്ട് ഹൃദയാരോഗ്യമാണ് സുംബയിൽ കൂടി അത് പ്രായോഗികമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ഗുണം. ഹെൽത്ത് ഇഷ്യൂസ് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഹെൽത്ത് അപ്ഗ്രേഡ് ആകുന്നു, മാനസിക ഉല്ലാസം വർദ്ധിക്കുന്നു, ശാരീരിക ക്ഷമത ഫ്ലെക്സിബിലിറ്റി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു, ആസ്വദിക്കാൻ പറ്റുന്നു. നമ്മുടെ എന്താ പറയുക ടെൻഷനും അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ മാനസിക തലത്തിനെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ ബ്രെയിനിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സുംബ. അപ്പം എല്ലാവരും അത്യാവശ്യം നിങ്ങളെ ടൈം ഷെഡ്യൂളിൽ ഇതിന് പ്രത്യേകിച്ച് നമുക്ക് ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല, ഗ്രൗണ്ടിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച്, കാരണം നിറഞ്ഞ വയറിൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏത് വ്യായാമ മുറയാണെങ്കിലും നമ്മൾ എന്താ പറയുക ലൈറ്റിൽ വയറൊക്കെ മാക്സിമം ഒഴിച്ച് ചെയ്യുന്ന വർക്കൗട്ടായിരിക്കും. കാരണം നമ്മൾ കായികക്ഷമത വർദ്ധിക്കുന്നതനുസരിച്ച് ഫ്ലെക്സിബിലിറ്റി, അതിൻ്റെ മൊബിലിറ്റി, എക്സസൈസിൻ്റെ ഓരോ കൂടിയതും കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ രീതികൾ നമ്മൾ വയറ് നിറച്ചും ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ദഹന പ്രക്രിയക്കൊക്കെ ഡിസോർഡർ ആകും, വോമിറ്റിംഗ് സെൻസേഷൻ, ലൂസ് മോഷൻ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വ്യായാമവും മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ ചെയ്യുമ്പം എംപ്റ്റി സ്റ്റൊമക്കിലും ലൈറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പം ഒരളവ് വരെ ഒരു 300-600 കലോറി നോർമൽ 1 അവർ നമ്മൾ സുംബ ചെയ്യുമ്പം കലോറി ബേൺ ആവുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമ മുറയാണ് സുംബ. അപ്പം എല്ലാവരും അത്യാവശ്യം ആഴ്ചയിൽ 2-3 തവണ ഒക്കെ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. എനിക്ക് ഗ്രൗണ്ടിൽ പോകാത്ത സമയങ്ങളിൽ ഞാൻ അത്യാവശ്യമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യായാമ മുറയാണ് സുംബ ഡാൻസ്. അപ്പോൾ ഇന്ന്
വാമപ്പ് ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ഒരാളുടെ ഫിറ്റ്നസിൻ്റെയും ടൈമിൻ്റെയും അനുസരിച്ചാണ്. വീഡിയോ ലെങ്ത് ആവുന്നുണ്ട് ഞാൻ കണ്ടമാനം വാമപ്പ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് നമ്മൾ ഹാർഡിലേക്ക് പോകാം. കാലും കൈകളും അപ്പ് ആൻഡ് ഡൗൺ കാല് പാസ് ചെയ്തുകൊണ്ട് 1+1. റൊട്ടേഷൻ. ആസ്വദിച്ച് ബോഡി മൂവ്മെന്റ് ഒക്കെ നന്നായി ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ഇടയ്ക്ക് റിലാക്സേഷൻ, ജസ്റ്റ് ജോഗിങ്, സ്റ്റാൻഡിങ് മാർച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് കിടപ്പൊക്കെ ഇപ്പം ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് കിടപ്പ് വരുന്നുണ്ട്. ചെയ്യാം. 2 റിപ്പീറ്റേഷൻ, 40 റിപ്പീറ്റേഷൻ, 15. ഒരാളുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്. ഫിറ്റ്നസ് ഉള്ളവർ 40 വെച്ചിട്ട് 3 സെറ്റ്, ഒരു 10, 20 അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് 300, 600 1 അവറിൽ കലോറി നമുക്ക് ബേൺ ചെയ്യാൻ പറ്റും. സ്പീഡ് കൂട്ടി ാവുന്നുണ്ട്. നോക്കിയാൽ ശ്രദ്ധിക്കാൻ പറ്റും. നന്നായിട്ട് വിയർത്തിട്ടുണ്ട്.
കൈയുടെ മൂവ്മെന്റ്, കാലിന്റെ മൂവ്മെന്റ്, ഓവറോൾ ബോഡി. സൈഡിലോട്ട് മുട്ട്, ഓപ്പോസിറ്റ് ലെഗ്, ഓപ്പോസിറ്റ് ഹാൻഡ്. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, അസുഖമുള്ളവർ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ മാത്രമേ ജുംബ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഹെൽത്തി ആയിട്ട് നോർമൽ കുട്ടികൾ, അഡൽട്ട്, പിന്നെ പ്രായം നമ്മൾ മുന്നോട്ട് പോകുന്ന അനുസരിച്ച് ജമ്പിങ് ഒക്കെ നീക്കൊക്കെ പ്രശ്നമാണ് ഏജുള്ളവർക്ക്. ഏകദേശം നിർത്താൻ തോന്നുന്നു. നമ്മൾ ലെങ്തി വീഡിയോ ആവും. ഇതിങ്ങനെ നമുക്ക് കൊണ്ടുപോവാം. കാരണം നമ്മളിപ്പോൾ മെൻ്റലി നമ്മുടെ ഹാർട്ടിൻ്റെ പൾസ് റേറ്റൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. നല്ല ബൗൺസിങ് ആയിട്ട് ഇപ്പം ഒരു പരിധി വരെ ഹെൽത്തി ആയിട്ട് ഇപ്പോൾ റൺ ആവുന്നുണ്ട്. 128 പോലെ നമ്മൾ ഹാർഡായിട്ട് ചെയ്തതാണ്. നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് കൂളിംഗ് ഡൗൺ ആസ്വദിച്ച് ചെയ്യാം. ഇത്ര നേരം ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്പീഡൊക്കെ കുറച്ച് കൈയുടെ മൂവ്മെൻ്റൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന മോഡലിൽ ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക. കാല് വൈഡായിട്ട് വെക്കുക. ബോഡി കാണില്ല, ചെസ്റ്റൊക്കെ നന്നായിട്ട് കോർണറിലോട്ട് കൊണ്ടുപോയി ഒന്ന് മെല്ലൊക്കെ സ്ട്രെച്ച് ചെയ്ത് എൽബോ ഒക്കെ ഡൗണിലേക്ക് പ്രസ് ചെയ്ത് സൈഡിലോട്ട് മെല്ലെ ഒന്ന് ടേൺ ചെയ്യാം. അതേ ഒന്ന് റിലാക്സ് ആയിട്ട് വൈബ് ഇങ്ങനെ കൊണ്ടുപോവാം. എനിക്ക് വിയർത്തിട്ടൊന്നും ഭയങ്കരമായിട്ട് പറ്റുന്നില്ല. മെല്ലെ ഇങ്ങനെ പ്രസ് ചെയ്യാം. അതേപോലെ കാല് ക്രോസ് ചെയ്തിട്ട് വീഡിയോ ശരിക്കും കാണുന്നില്ല തോന്നുന്നു. സൂര്യ നമസ്കാരത്തിൻ്റെയൊക്കെ ചെറിയൊരു പോഷൻ ആൻഡ് ആംഗിൾ. ബാക്കോട്ട് ലീൻ ചെയ്യാം. മെല്ലെ കാലൊക്കെ പറ്റുന്നുണ്ടല്ലോ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യാം. ഉള്ളിലേക്ക് ഡൗൺ ചെയ്യാം. എന്ത് ഷെഡ്യൂൾ ഉണ്ടെങ്കിലും നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട്, ലൈഫ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി എന്തെങ്കിലുമൊക്കെ മിനിമം ഒരു ഹാഫ് ആൻ അവർ വ്യായാമം ചെയ്യുന്നത് എന്തുകൊണ്ടും, ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. എല്ലാവർക്കും ഒരുപാട് നമുക്ക് പല രീതികളുണ്ട്. വർക്ക് പ്ലേസിൻ്റെയും ഫാമിലി പരമായിട്ടും സാമൂഹികമായിട്ടും ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടും ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ഒരു കോൾഡും അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമുക്ക് സംഭവിക്കും. വാട്ടർ ഇൻഫെക്ഷൻ വരാം, ഫുഡ് ഇൻഫെക്റ്റഡ് ആവാം. അങ്ങനെ നമുക്ക് ഒത്തിരി സ്ത്രീകൾക്ക് പീരിയഡ്സിൻ്റെ ടൈമിലായാലും ജെൻസിനൊക്കെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവർക്കും അങ്ങനെ ഒത്തിരി ട്രാവൽ ചെയ്ത് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, ടെക്നിക്കൽ സ്റ്റാഫിനൊക്കെ അവരുടെ ആ ഒരു റെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ട് നമ്മൾ ലൈഫിനെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് നല്ല ഉറക്കവും നന്നായിട്ട് ബിഹേവിയർ ചെയ്യാനും നല്ലൊരു ടെമ്പർ കൂളാക്കാനൊക്കെ വ്യായാമം അത് ഏതായാലും സുംബ ആണെങ്കിലും അത്ലറ്റിക്സ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും റിക്രിയേഷൻ തരുന്ന എനി ഗെയിം, ചെസ് ആണെങ്കിലും ക്യാരം ബോർഡ്സ് ആണെങ്കിലും വാക്കിംഗ് ആണെങ്കിലും സ്വിമ്മിങ് ആണെങ്കിലും യോഗ ആണെങ്കിലും ഒക്കെ നമുക്ക് എന്താ പറയുക, അതിനൊക്കെ നമുക്ക് റെസ്പെക്ട് ചെയ്യാം. ഇങ്ങനെ ഒരു ആയോധന കല ഉള്ളത് കൊണ്ട്, അതായത് ഫോറിൻ കൺട്രികളൊക്കെ ഓൾമോസ്റ്റ് അവരുടെ ഹെൽത്തിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇങ്ങനെയുള്ള വ്യായാമ മുറകൾ കൊണ്ടാണ്. അതിലുപരി അവർ ഡയറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കണം. പക്ഷേ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. നമ്മൾ ലേറ്റ് നൈറ്റിലൊക്കെയാണ് നമ്മൾ നന്നായിട്ട്
നമ്മൾ സുംബ ചെയ്യുമ്പോൾ എപ്പോഴും ജസ്റ്റ് ബോഡിനെ വാം ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ സ്റ്റെപ്സ് ചെയ്യും. ദെൻ മോഡുലേഷനിലോട്ട് മീഡിയം, ദെൻ ഹാർഡ്, ദെൻ കൂൾ ഡൗൺ. ഇതിനാണ് സുംബേൻ്റെ പാറ്റേൺ പോവുക. ഇതെന്ന് വെച്ചാൽ ഏജുള്ളവർ കണ്ടമാനം ജമ്പിങ്ങും നീ ഇഞ്ചുറി ഡിസ്ക് കംപ്ലൈൻ്റ് ഒക്കെ ഉള്ള ആൾക്കാർ കണ്ടമാനം ജമ്പ് ചെയ്തിട്ട് ചെയ്യാൻ പാടില്ലാത്തതാണ് സുംബ. അവർക്കൊക്കെ അറ്റ്ലീസ്റ്റ് ഇരുന്നിട്ട് അനക്കുന്ന രീതികളും പിന്നെ ഗർഭിണികൾ അവർക്കൊക്കെ സുംബ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് വാമപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ഓൾമോസ്റ്റ് ടോക്ക് കുറച്ച് ലെങ്ത് ആയി. ഇവിടെ എന്തായാലും കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും. കാരണം നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒരു വ്യായാമ മുറയെ കുറിച്ച് പറയുകയാണ്. അപ്പം കുറച്ച് ലെങ്ത് ആയാലും കുഴപ്പമില്ല. അപ്പം നമ്മൾ കൂൾ ഡൗൺ ആണ് ഇപ്പം നമ്മുടെ സുംബേൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നമ്മൾ വാം അപ്പ്, ദെൻ സ്ട്രെച്ച്, സുംബ, ദെൻ ഹാർഡ്, ദെൻ കൂൾ ഡൗൺ. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു മെഡിറ്റേഷൻ കൂടെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ശരിക്കും നമ്മുടെ ആ വിയർപ്പൊക്കെ ഒന്ന് നല്ല ഇതായിട്ട് ഡൗൺ ആയിട്ട് ബോഡിയൊക്കെ പൾസും ഹേർട്ട് റേറ്റ് ഒക്കെ നോർമൽ റേഞ്ചിൽ വരും. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളെ എന്താ പറയുക സെൽഫ് റെസ്പെക്റ്റ് അതിൽ ഉൾപ്പെടുന്നതാണ് ഇതൊക്കെ. നല്ല ഡയറ്റ്, നല്ല ചിന്തകൾ, നല്ല വ്യായാമ മുറകൾ, നല്ല ലൈഫ് സ്റ്റൈൽ കൊണ്ട് ജീവിതത്തിന് നമുക്ക് ഏത് രീതികളിലും, വർക്ക് പ്ലേസിലാണെങ്കിലും, ഒരു ഹൗസ് വൈഫ് ആണെങ്കിലും, ഒരു കാർപ്പൻ്റർ ആണെങ്കിലും, ഒരു ഗാർഡനർ ആണെങ്കിലും, ഒരു കർഷകനാണെങ്കിലും, അവർ ആ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഇത് ആസ്വദിച്ച് നമ്മൾ ലൈഫിനെ ഓരോ രീതികളിലും കൊണ്ടുപോകുമ്പോൾ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാതെ ഒരു നിവൃത്തിയില്ല, വിജയിച്ചേ പറ്റും. അപ്പം നല്ലൊരു ദിനം ആശംസിക്കുന്നു. നല്ല ചിന്തകൾ കൊണ്ട്, നല്ല കാഴ്ചകൾ കൊണ്ട്, നല്ല ആരോഗ്യം കൊണ്ട് നമുക്ക് നമ്മെ പറ്റിയുള്ള നമ്മളെ സ്നേഹിക്കുന്ന ഈ സമൂഹത്തിന്, നമ്മുടെ നാടിന്, നമ്മുടെ രാജ്യത്തിന് നന്മകൾ വന്നുകൊണ്ട് എല്ലാവരും ഹെൽത്തായി ചിന്തിച്ച് ആരോഗ്യത്തോടുകൂടി ഇരിക്കാം. നല്ലൊരു ദിനം ആശംസിക്കുന്നു. സൈനിങ് ഔട്ട്, ശോഭന രാജീവൻ. ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് തരണം. എങ്കിലേ എന്നെ പോലുള്ള, എനിക്ക് ഒത്തിരി ടെക്നിക്കലൊന്നും യൂട്യൂബിനെ കുറിച്ച് അറിയില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു പാഷനായിട്ട് ചെയ്യുന്നതാണ്. അതിനകത്ത് ഒരുപാട് ഒക്കെ കാണാം. ഒക്കെ നിങ്ങൾ സൈനിങ് ഔട്ട്, ശോഭന രാജീവൻ, മൈൻഡ് പവർ ഓഫ് മലബാർ. താങ്ക് യു.